32,000-ഓളം സി പി എം പ്രവർത്തകർ, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ഈ ഛാത്ര പരിഷത്തും അവരുടെ കൂട്ടാളികളും കൂടി കൊന്നൊടുക്കിയിട്ടുണ്ട്. അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. പിന്നീട് ഒട്ടേറെ വിവാദങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹിക വിപ്ലവം നടക്കുകയില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെയും ഗുണ്ടകളെയും കൂടെ ഇറക്കി നിർത്തിയുള്ള ഇലക്ഷൻ നടത്തിയത്. പോളിംഗ് ബൂത്തിൽ നമ്മൾ സമ്മതിച്ചില്ല. എന്നിട്ട് അവർ 22 സീറ്റ് കിട്ടി, 16 സീറ്റ് കിട്ടി, 24% വോട്ടും കിട്ടി അവിടെ. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി CPIM നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ ജി സുധാകരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ആമുഖത്തിന് ആവശ്യമില്ല. ആദരണീയനായ ശ്രീ ജി സുധാകരനെ ജനഭൂമി ചാനലിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. ഞാൻ സാറിൻ്റെ കൃത്യമായിട്ട് അങ്ങയുടെ പ്രസ്താവനയും അതിലെല്ലാം ഉപരിയായിട്ട് അങ്ങയുടെ കവിതകളും വായിക്കുന്ന ഒരാളാണ്. അങ്ങ് ചില ആഴ്ചപ്പതിപ്പുകളിലൊക്കെ എഴുതുന്ന കവിതകളുണ്ട്. പൊതുവേ കവിതകളുടെ ഒരു നല്ല കാലമല്ല ഇപ്പോഴെങ്കിൽ പോലും അത്യാവശ്യം ഛന്ദസ്സും ആശയങ്ങളുമൊക്കെയുള്ള കവിതകൾ ആയതുകൊണ്ട് കൗതുകപൂർവ്വം വായിക്കാറുണ്ട്. പ്രത്യേകിച്ച് അങ്ങ് മുൻ മന്ത്രിയും രാഷ്ട്രീയ നേതാവുമാണ്. നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മനസ്സിൽ കവിത വരുന്നത് വളരെ അപൂർവമാണ്. ആർദ്രമായ ഒരു മനസ്സുള്ള ഒരാളുടെ മനസ്സിലെ കവിത വരൂ എന്നാണ് സാഹിത്യ വിമർശകർ പറയുന്നത്. ഞാൻ കുറച്ചു കാലം മുമ്പ് വായിച്ച അങ്ങയുടെ കവിതയിൽ ഒരു വരിയല്ല, ഉറങ്ങണം എനിക്കുറങ്ങണം, പക്ഷേ ഉറങ്ങുവാനൊട്ടും കഴിയുന്നില്ലല്ലോ. വായിക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നുമെങ്കിലും അങ്ങ് കവി മാത്രമല്ലാത്തത് കൊണ്ട് എന്താണ് അങ്ങയുടെ ഉറക്കം കെടുത്തുന്നത് എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിക്കുണ്ടായ അപജയങ്ങളോ മൂല്യച്യുതിയോ ആണോ, അതോ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളാണോ അങ്ങയുടെ ഉറക്കം കെടുത്തുന്നത് എന്താണ് എന്നൊന്ന് പറയാമോ? അങ്ങനെ അതൊരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ മാനം കൊള്ളുന്നുള്ള കവിതയല്ലത്. അതൊരു മനുഷ്യൻ്റെ ഒരവസ്ഥയെ പറ്റിയാണ്. എപ്പോഴും അവസ്ഥ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ മനുഷ്യനങ്ങനെ ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറക്കം വരാത്ത സ്ഥിതി എല്ലാ മനുഷ്യർക്കും എപ്പോഴെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. ആ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ഒരവസ്ഥയാണ് അത്. ഏതൊരു മനുഷ്യനും ഏതൊരവസ്ഥയിലും ഉണ്ടാകാവുന്ന ഒരു മാനസികവും ബാഹ്യവുമായിട്ടുള്ള ഒരു ഒരു സ്ഥിതിയുടെ ഒരു സങ്കലനമായിരിക്കും. ആ നിലയിൽ എഴുതിയ ചെറിയ കവിതയാണത്. അതെ. അങ്ങനെ അത് എഴുതിയെന്ന് മാത്രമല്ല, അതൊരു രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനമായിട്ടോ ഒന്നും ബന്ധമുള്ളൊരു കാര്യമല്ല. അതൊരു സിറ്റുവേഷൻ ഓഫ് എ ഹ്യൂമൻ ബീയിങ്, ദാറ്റ്സ് ഓൾ. കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ ഒരു കവി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് തോന്നിയ ദുഃഖമാണ് ആ കവിതയിൽ പ്രതിഫലിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കേരളത്തിലെ ഇന്ന് രാഷ്ട്രീയ സാഹചര്യം വളരെ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലം 20 വർഷക്കാലത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ച ആളാണ് ഞാൻ. പത്തനംതിട്ട ജില്ലാ കർഷക സംഘത്തിൻ്റെ ട്രഷററുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് വരുമ്പോഴാണ് സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ഒരു ഡെപ്യൂട്ടേഷൻ വരുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായ ഇന്നത്തെ ഒരു പ്രതിസന്ധി, അതല്ലെങ്കിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ പഴയകാല ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. പലപ്പോഴും ഈ വിവാദങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദ്ദേശങ്ങൾക്കോ ലക്ഷ്യങ്ങൾക്കോ അനുസൃതമായ മേഖലയിലല്ല, അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്കല്ല പാർട്ടി പോകുന്നത് എന്ന് ഒരു മുൻകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങേക്ക് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം എന്താണ്? പാർട്ടി അങ്ങനെ ഒരു പാർട്ടിക്ക് സ്വീകാര്യമല്ലാത്ത ഒരു ലൈനൊന്നും പാർട്ടി എടുത്തിട്ടില്ല. പാർട്ടിയുടെ അടവുപരമായ നയം സ്വീകരിക്കുന്നത് പാർട്ടി കോൺഗ്രസ്സിലാണ്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിലാണ് ഇനിയുള്ള 3 വർഷത്തേക്കുള്ള പാർട്ടിയുടെ ടാക്ടിക്കൽ ലൈൻ സ്വീകരിച്ചിട്ടുള്ളത്. അടവുപരമായ ലൈൻ അഥവാ ടാക്ടിക്കൽ ലൈൻ ഇന്ത്യൻ റവല്യൂഷനെ പറ്റിയുള്ള, ഇന്ത്യൻ വിപ്ലവത്തെ പറ്റിയുള്ള പാർട്ടിയുടെ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടാണ് സ്വീകരിച്ചത്. ഓരോ കാലഘട്ടത്തിലും ഇന്ത്യയിൽ വിപ്ലവം നടത്തുക ഒരു തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും നേതൃത്വത്തിൽ ഒരു ജനകീയ ജനാധിപത്യ വിപ്ലവം
ഈ ബൂർഷ കാലഘട്ടത്തിൽ ആദ്യം നടക്കണം. അതിന് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നു. തൊഴിലാളികളും കൃഷിക്കാരുമാണ് അതിൻ്റെ അച്ചുതണ്ടെന്ന് പറയുന്നത്. അതിന് നേതൃത്വം തൊഴിലാളി വർഗത്തിന് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രം ആവിഷ്കരിച്ച്, വിപ്ലവത്തിൻ്റെ തന്ത്രം ആവിഷ്കരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഓരോ പ്രവർത്തനവും, എടുക്കുന്ന ഓരോ അടവുകളും ഈ തന്ത്രത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ളതാണ്. വിപ്ലവത്തിലേക്ക് ജനങ്ങളെ പടിപടിയായി നയിക്കാനുള്ളതാണ്. അതിനൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. അതായത് പാർട്ടി പരിപാടിയിലോ പാർട്ടിയുടെ അടവ് നയങ്ങളിലോ വിപ്ലവത്തിന് വിരുദ്ധമായ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ആശങ്കപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നും പാർട്ടിയെ സംബന്ധിച്ച് സൈദ്ധാന്തികമായോ സംഘടനാപരമായോ രാഷ്ട്രീയമായിട്ടോ ഇല്ല. പിന്നെ ഏതെങ്കിലും നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങളെപ്പറ്റിയോ അതിന് പിന്തുണയ്ക്കുന്ന കുറച്ച് പേരെ പറ്റിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ഏത് വിഷയമാണെന്ന് പറഞ്ഞില്ല. അതിപ്പോൾ ഒന്നും പാർട്ടിയുടെ അടവ് നയത്തെ ബാധിക്കത്തില്ല. പാർട്ടി കോൺഗ്രസ്സിൽ ആ പറയുന്ന പോലെയുള്ള നയങ്ങളൊന്നും പാർട്ടി സ്വീകരിക്കാൻ പോകുന്നില്ല. പിന്നെ പാർട്ടി എടുത്ത അടവുപരമായ നയത്തിനും അതിൻ്റെ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവിനും സപ്പോർട്ട് ചെയ്യാത്ത, അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത, ജനങ്ങളതിനെ കൊണ്ടുവരാൻ പറ്റാത്ത തരത്തിലുള്ള അഭിപ്രായങ്ങളും വിവാദങ്ങളും ഒക്കെ വരുന്നത് പാർട്ടിക്ക് ഗുണകരമായിട്ടുള്ളതല്ല. അത് ആ സ്ട്രാറ്റജിക്ക് അനുകൂലമായി ടാക്റ്റിക്കൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അനുരോധമായിട്ടുള്ളതല്ല എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ സംഭവങ്ങൾ ആരുടെയൊക്കെ പിന്നെ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആരുടെയെങ്കിലൊക്കെ പേരിൽ വരുന്നുണ്ടാവും. ഇല്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിലെ കുറച്ച് വ്യത്യാസങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. ശ്രീ, മാർക്സിസം ലെനിനിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയും എന്ന് അങ്ങ് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ പാർട്ടി അംഗമായി തുടരുന്നത്. പ്രതീക്ഷയില്ലാത്തൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയിലിപ്പോൾ ജനസംഖ്യയിൽ ഇന്ത്യ ലോകത്ത് 1-ാം സ്ഥാനത്തായി. ചൈനയുടെ മുന്നിലായി. നമുക്കിപ്പോൾ 146 കോടിയോറ്റം ആയിട്ടുണ്ട്. ചൈന 145 കോടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 146 കോടി ജനങ്ങൾ ഇന്ത്യയിലുള്ളതിൽ എല്ലാ വൈവിധ്യങ്ങളുമുള്ള ഒരു രാജ്യമാണെന്നറിയാമല്ലോ. ഭാഷാപരമായും ഭൂമിശാസ്ത്രപരമായും എല്ലാ ശീതോഷ്ണാവസ്ഥ എല്ലാത്തിലും വൈവിധ്യമാണ്. വേഷം, ഭക്ഷണം, ഇതിലെല്ലാം വൈവിധ്യമുള്ള ഒരു രാജ്യമാണ്. പക്ഷേ ആ വൈവിധ്യത്തിലൂടെ, ആ നാനാത്വത്തിലൂടെ ഒരു ഏകത്വം, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, ഭാരതീയരാണ് എന്നുള്ളൊരു ചിന്ത വളരെ പ്രബലമാണ്. കാരണം ഇന്ത്യ ഇത്രയും കാലമായിട്ട് വേറിട്ട് പോയില്ലല്ലോ. ഇന്ത്യയുടെ ഒരു ഭാഗം പോലും സ്വാതന്ത്ര്യത്തിന് ശേഷം വേറിട്ട് പോയിട്ടില്ല. പാകിസ്ഥാനാണെങ്കിൽ 2ആയി, ബംഗ്ലാദേശായി. പല രാജ്യങ്ങളിലും പ്രശ്നമായി. ചെക്കോസ്ലോവാക്യ 2ആയി, യുഗസ്ലേവിയ 2ആയി, പഴയ സോവിയറ്റ് യൂണിയൻ ഇപ്പോൾ ഇല്ല. ഇതൊക്കെ പല ഛിന്ന ഭിന്നമായി പോയ രാജ്യങ്ങളൊക്കെ പലതുള്ളപ്പോഴും ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്ന് ഈ വൈവിധ്യമല്ല. കാരണം അതിൽ ഡൈവേഴ്സിറ്റിയിലെ യൂണിറ്റിയാണ്, നാനാത്വത്തിലെ ഏകത്വമാണ് ഇന്ത്യയുടെ ആ ഒരു നിലനിൽപ്പിൻ്റെ സാരാംശം. അത് നമ്മൾ ഇന്ത്യക്കാരാണ്, ഭാരതീയരാണ്, ആസ്വദിക്കും ഹിമാചലും ഉള്ള ജനങ്ങൾ വിശ്വസിക്കുന്നതിലാണ്. അപ്പം അതിൽ തന്നെ ഭൂരിപക്ഷവും തൊഴിലാളികളും കൃഷിക്കാരുമല്ലേ. തൊഴിലാളികളും കൃഷിക്കാരും മഹാഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹിക വിപ്ലവം നടക്കുകയില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറഞ്ഞാൽ പിന്നെ മാർക്സിസം കലാകരണപ്പെട്ടു പോയി എന്ന് പറയുന്ന ആൾക്കാരോട് യോജിക്കേണ്ട. അതങ്ങനെ അല്ലല്ലോ. ഇന്നത്തെ സാഹചര്യം അനുസരിച്ചാണ് ആ മാറ്റം വരേണ്ടത്. സാഹചര്യം എപ്പോഴും ഒരുപോലല്ലോ. ഇന്നത്തെ സാഹചര്യം പാർലമെൻറ്റ് ഡെമോക്രസിയാണ് നമ്മുടെ ഗിവൺ സിറ്റുവേഷൻ, ലഭ്യമായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം. ആ പാർലമെൻറ്റ് ഡെമോക്രസിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ പാർലമെൻറ്റ് ഡെമോക്രസി കൊണ്ട് മാത്രം റവല്യൂഷൻ നടക്കത്തില്ല. പാർലമെൻറ്റ് ഡെമോക്രസി തന്നെ ഇല്ലാതാവുന്ന ഘട്ടമുണ്ട്. അവിടെ ഇന്ദിരാവസ്ഥ ഇതെല്ലാം എടുത്ത് ഓട്ടിക്കളഞ്ഞല്ലേ ഇന്ദിരാഗാന്ധി. ഇന്ദിരാവസ്ഥ ഉണ്ടെങ്ങാനും മാറുമെന്ന് നമ്മൾ കരുതിയോ? ഇല്ലല്ലോ. അത് പാർലമെൻറ്റിൻ്റെ കാലാവധി 6 വർഷമാക്കിയവർ. എന്തൊരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ. അതുപോലെ ഇനി ഒരിക്കലും ഉണ്ടാവത്തില്ല, അതിനപ്പുറം ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ബൂർഷാസിക്ക് എന്നുവരെയാണോ രാജ്യം ഭരിക്കാനാവുന്നത് അന്ന് വരെ മാത്രമേ അവർ ജനാധിപത്യത്തെ അനുവദിക്കുകയുള്ളൂ, പരിമിതമായിട്ടാണെങ്കിലും. ബൂർഷാസി പല തട്ടുകളായി വിഭജിച്ച് കിടക്കുന്നത് കൊണ്ടും ഒറ്റയ്ക്ക് ആർക്കും ഭൂരിപക്ഷമില്ല, അവർ കൂട്ടായിട്ടൊക്കെ ചേരണം. ആ സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യൻ ബൂർഷാസിക്ക് ഉണ്ടായിരുന്ന ഏകോപിത ശക്തിയേക്കാൾ കുറവാണിപ്പോൾ. ദീർഘകാലം കോൺഗ്രസ് ഒറ്റയ്ക്ക് അങ്ങ് ഭരിച്ചില്ലേ.
വോട്ടിംഗ് ശതമാനം 50% ഒരിക്കലും ഉണ്ടായില്ല. ഏറ്റവും കൂടുതൽ 49% കിട്ടിയത് രാജീവ് ഗാന്ധിക്കാണ്. അത് ഇന്ദിരാഗാന്ധി മരിച്ചതുകൊണ്ടാണ്. ബാക്കി എല്ലാവരും താഴെയാണ്. രാജ്യം ഭരിച്ചപ്പോഴും അവർക്ക് പെർസെൻറ്റേജ് ബിലോ 50%. ബി ജെ പിക്ക് പിന്നെ ഒരിക്കലും 50% കിട്ടിയിട്ടില്ല. അവരിപ്പോൾ കൂട്ടുകക്ഷി ഗവൺമെൻറ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനുള്ള ഈ രാജ്യത്ത് നമ്മൾ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പാർട്ടി, ലെജിസ്ലേച്ചറിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി CPM ആയിരുന്നില്ലേ? CPIയും പിന്നെ CPM ആയിരുന്നില്ലേ? രണ്ട് പാർട്ടിയും കൂടെ ഒരുമിച്ച് ഐക്യമുന്നണി ഉണ്ടാക്കി ഭരിച്ചില്ലേ? അതൊക്കെ ഈ രാജ്യത്ത് നടന്ന കാര്യമല്ലേ? അത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വന്നുകൂടായ്മ ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ പിന്നെ കുറച്ച് താപ്പോട്ട് പോയി. ഇപ്പോൾ ബംഗാൾ വളരെ മോശമാണ് സ്ഥിതി. ത്രിപുരയിൽ അങ്ങനെയല്ല. ത്രിപുര ഇപ്പം 24% വോട്ട് കിട്ടിയിട്ടുണ്ട്. 10-16 60 ഉള്ളൂ സീറ്റ്. 10-16 സീറ്റും കിട്ടിയിട്ടുണ്ട്. ബംഗാളിൽ ഒരു സീറ്റും ഇല്ല. വലിയ സ്റ്റേറ്റാണ്. 10 കോടി ആളൊറ്റമുണ്ട്. കേരളത്തിൽ അസംബ്ലിയിലുണ്ട് മെജോറിറ്റി ഐക്യമുന്നണിക്ക്. 46% വോട്ടും കിട്ടിയിട്ടുണ്ട്. ഇവിടെയും 50% വോട്ട് കിട്ടിയത് 167 ഒന്ന്. അത് LDFന്. UDFന് കിട്ടിയത് അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള 77 തിരഞ്ഞെടുപ്പ്. കാരണം CPI അപ്പുറത്തായിരുന്നു, RSP അപ്പുറത്തായിരുന്നു. അപ്പോഴാണ് അത് കിട്ടിയത്. നമുക്ക് 50-ന് മുകളിൽ കിട്ടിയത് മുസ്ലിം ലീഗ് നമ്മുടെ ഉള്ളപ്പോഴാണ്. ഇത്തരം സീറ്റ് ഇവിടെ 50% വോട്ട് സാധാരണ ആർക്കും വേണ്ടി ജയിച്ചാലും തോറ്റാലും. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മളിതെല്ലാം മനസ്സിലാക്കി തൊഴിലാളികളെയും കൃഷിക്കാരെ സംഘടിപ്പിക്കുന്ന ആ ഒരു വളരെ ശ്രമകരമായ ജോലിയിൽ നിരന്തരം ഏർപ്പെടുക, വിശ്വാസപൂർവ്വം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോഴല്ല. വേറെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് കുറുക്ക് വഴികളൊന്നുമില്ല. സർ, അതിനകത്ത് 33 വർഷം CPM ബംഗാൾ ഭരിച്ചതാണ്. അതും ജ്യോതി ബസുവിനെ പോലെ അല്ലെങ്കിൽ ഭാസ്കർ ചാറ്റർജിയെ, ബുദ്ധദേവ് ചാറ്റർജിയെ പോലെയുള്ള സമർത്ഥരായ നേതാക്കന്മാരാണ് അവിടെ ഭരിച്ചിട്ടുള്ളത്. ത്രിപുരയിലോട്ട് പോയാൽ നിർവൻ ചക്രവർത്തി, മണിക് സർക്കാരും ഒക്കെ പോലുള്ള നേതാക്കന്മാരാണ്. പക്ഷേ രണ്ടിടത്തും നമുക്ക് അപജയമുണ്ടായി. കേരളത്തിൽ ഇന്ന് ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഗവൺമെൻറ്റിന് പരാജയമാണ് കണ്ടത്. പിന്നീട് ഒട്ടേറെ വിവാദങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ടത്. അത് സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കറിയില്ല. അത് കോടതി പറയുമ്പോഴേ നമുക്കറിയുള്ളൂ. പക്ഷേ എന്തെങ്കിലും വിവാദങ്ങളുണ്ട്. അത് 57-ലോ 67-ലോ 80-കളിലെയോ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത അത്ര വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിന് ഇപ്പം ഒരു ഭരണ തുടർച്ച കിട്ടി. അപ്പോൾ ഇത്തരം ഭരണ തുടർച്ച പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ടോ? അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പരാജയങ്ങൾ കറക്റ്റ് ചെയ്യാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ? അല്ല, എല്ലാ തരത്തിലുള്ള തെറ്റുകളും ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ കറക്ഷനൊക്കെ പാർട്ടി കോൺഗ്രസ്സിൽ തീരുമാനങ്ങൾ വന്നിട്ടുള്ളതാണ്. ആ രേഖകളൊക്കെ നോക്കി അറിയാം. പിന്നെ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടിയാണ് പ്ലീനം കൂടാറുള്ളത്. തെറ്റുകൾ തിരുത്താൻ വേണ്ടി മാത്രമാണ്. കാരണം പൊളിറ്റിക്കലി നേരത്തെ പാർട്ടി കോൺഗ്രസ്സിൽ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് രാഷ്ട്രീയമായും ആശയപരമായും സംഘടനാപരമായും തിരുത്താനാണ് പ്ലീനമൊക്കെ കൂടിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തും പ്ലീനമൊക്കെ ചേർന്നിട്ടുണ്ടല്ലോ. പാർട്ടിക്ക് അതേപ്പറ്റി വ്യക്തതയുണ്ട്. ഇപ്പോൾ ബംഗാളിൽ എന്തുകൊണ്ടാണ് 3-2 ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ബംഗാളിൽ പാർട്ടിക്ക് ഒറ്റയ്ക്കും ഐക്യമുന്നണിയായി 3-2 ഭൂരിപക്ഷം നിയമസഭയിൽ അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. അതേപ്പറ്റി വ്യക്തമായി ഇന്ത്യയിലെ ഒരു പാർട്ടി മെമ്പർക്കും പറയാനാവില്ല. ബംഗാളിൽ ഉള്ളവർക്ക് അറിയാമായിരിക്കും, കേരളത്തിൽ ആർക്കറിയാം? അത് പറയുന്നില്ലല്ലോ എന്താണെന്നുള്ളത്. എന്താണ് ശരിക്കും നടന്നതെന്ന് ഇവിടുത്തെ പത്രങ്ങൾ പോലും വ്യക്തമാക്കുന്നില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാവാത്ത കാര്യം. എന്തുകൊണ്ട് ബംഗാളിൽ അങ്ങനെ സംഭവിച്ചു? ബംഗാളിലെന്തോ വിശ്വാസക്കുറവ് വന്നല്ലോ. അവിടുത്തെ ജനങ്ങളാണല്ലോ എതിരായിട്ട് വോട്ട് ചെയ്തത്, അല്ലാതെ ടാറ്റയും പിള്ളയൊന്നും അല്ലല്ലോ. അവിടുത്തെ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും എന്തുകൊണ്ട് അവരെ സ്വന്തം ജീവനെപ്പോലെ സ്നേഹിച്ച CPMനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എന്തുകൊണ്ട് വിശ്വാസമില്ലാതായി എന്ന് തുറന്നു പറഞ്ഞുള്ള രേഖകളോ ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. ചെറുതായിട്ടൊക്കെ പറഞ്ഞു എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. ജനങ്ങളിതകന്നു എന്തു പറഞ്ഞുകൊണ്ട് കാര്യമായി. ജനങ്ങളിതകന്നുള്ള ഉറപ്പല്ല. എന്തുകൊണ്ട്? അപ്പോൾ ചില വലതുപക്ഷ പത്രങ്ങൾ പറഞ്ഞു അതവിടെ വെടിവെച്ചതുകൊണ്ടാണ്, കൃഷിക്കാരുടെ നേരെ വെടിവെച്ച് കുറച്ച് കൃഷിക്കാർ മരിച്ചു, അതുകൊണ്ടാണ്. അതും ചിലപ്പോൾ ഒരു കാരണമായിരിക്കും.
പക്ഷെ ഒരു വെടിവെപ്പ് കൊണ്ട് മാത്രം അധികാരം അങ്ങ് പോകും. അപ്പോൾ തൽക്കാലം പോയാലും പിന്നെ വരുത്തില്ലേ. അപ്പോൾ പാർട്ടിയുടെ തത്വങ്ങൾക്കും പ്രഖ്യാപിത നയങ്ങൾക്കും ഇതുവരെയുള്ള അവിടുത്തെ തന്നെ കീഴ്വഴക്കങ്ങൾക്കും അവിടെ നടത്തിയ ഐതിഹാസികമായ ത്യാഗപൂർണമായ പോരാട്ടങ്ങൾക്കും ബംഗാളിൻ്റെ തന്നെ ഒരു പാരമ്പര്യം പോരാട്ടത്തിൻ്റെയാണ്. ആ പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല വല്ലാതെ പോരാട്ടം നടന്നല്ലോ അവിടെ. അതിനൊക്കെ യോജിക്കാത്ത എന്തൊക്കെ അവിടെ നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. എനിക്കറിയില്ല എന്താണ്. ഞാൻ ധാരാളം ബംഗാളിൽ പോയിട്ടുണ്ട്. അത് വിദ്യാർത്ഥി ഫെഡറേഷൻ SFIയുടെ അഖിലേന്ത്യാ ഭാരവാഹിയായിരുന്നപ്പോഴാണ്. അതിൻ്റെ 70 SFI രൂപീകരിക്കുമ്പോൾ തന്നെ ഞാനതിൻ്റെ അഖിലേന്ത്യാ എക്സിക്യൂട്ടീവിലുണ്ട്. ട്രിവാൻഡ്രത്ത് വെച്ചാണല്ലോ SFI രൂപീകരിച്ചത്. ആദ്യത്തെ SFIയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റുമാണ്. പിന്നെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയായി പ്രസിഡൻ്റായി. അങ്ങനെ ഒരു 1978 വരെ ഞാൻ SFIയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അവസാനം കേരളത്തിലെ എല്ലാം ഒഴിഞ്ഞ് 75 ഒഴിഞ്ഞപ്പോൾ BBA പ്രസിഡൻ്റായി. അത് കഴിഞ്ഞ് ഞാൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റായി 78 വരെ ഉണ്ടായിരുന്നു. ഞാൻ ബംഗാളിൽ പോയിട്ടുണ്ട്. ഈ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവിടെ വെച്ച് കൂടാറുണ്ട്. കൂടുമ്പോൾ ഞങ്ങൾ ഈ അവിടെയുള്ള കോളേജുകളിലൊക്കെ ഞങ്ങളെ പ്രസംഗിക്കാൻ ഒരു കൊണ്ടുപോകും. അപ്പോൾ ഒരു കാലത്ത് സമയത്ത് ചെല്ലുമ്പോൾ ഒരു 1974 കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ ഭയങ്കരമായ ആക്രമണമാണ് കോൺഗ്രസിൻ്റെ. ഛാത്ര പരിഷത്ത് എന്ന് പറയുന്ന ഇവിടുത്തെ KSUവിൻ്റെ തുല്യമായ അവിടുത്തെ പാർട്ടിയാണ്. പക്ഷേ അവിടുത്തെ സംഘടന. പക്ഷേ KSU പോലൊന്നുമല്ല. ഒരു ഭയങ്കര ഒരു ഫാസിസ്റ്റ് ഓർഗനൈസേഷനാണ്. കൊല്ലലാണ് അവിടെ ജോലി. അപ്പോൾ ഒരു സെമി ഫാസിസ്റ്റ് ടെററാണ് അവിടെ ഉള്ളതെന്നാണ് പാർട്ടി എന്ന് വലിയ ഫാസിസ്റ്റ് ടെറർ. അതിനെ നേരിട്ടുകൊണ്ടാണ് പാർട്ടിക്ക് അവിടെ പ്രവർത്തിക്കേണ്ടി വന്നത്. ഒരുപാട് ഏതാണ്ട് 10,000-2000-ഓളം CPM പ്രവർത്തകരെ, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ, CPM ആണല്ലോ, പ്രവർത്തകരെ ഈ ഛാത്ര പരിഷത്തും അവരുടെ കൂട്ടാളികളും കൂടി കൊന്നൊടുക്കിയിട്ടുണ്ട് അവിടെ. പക്ഷേ ആ കോൺഗ്രസുമായിട്ട് CPM ഐക്യമുന്നണിയായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ ഈ 2021. പക്ഷേ ഒറ്റ സീറ്റ് CPMന് കിട്ടിയില്ല, 2 സീറ്റ് കോൺഗ്രസിന് കിട്ടി. രണ്ടും കൂടി ചേർന്നിട്ടും കിട്ടിയത് കോൺഗ്രസിന് 2 സീറ്റ്, നമുക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ അവിടെ എന്നൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആ കോളേജിലൊക്കെ വളരെ അവിടെ ഒരു ധൈര്യം. ഞങ്ങളിവിടെ 24 പർഗനാസിലൊരു കോളേജ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ കോളേജിൽ ഈ ഹാളെന്ന് പറയുന്നത് മുകളിൽ ഇങ്ങോട്ട് താഴോട്ടായിരിക്കില്ല, ഇവിടുന്ന് അങ്ങോട്ടും. അധ്യാപകൻ താഴെ ഗാലറി പോലെ. അവിടെ മൈക്കൊക്കെ ഉണ്ട്. അവിടെ നിന്നാൽ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബിമൻ ബാസുവാണ്. പിന്നെ അദ്ദേഹം PB മെമ്പറൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ 90 മേളിലായി. അന്ന് തന്നെ കുറച്ച് പ്രായം കൂടുതലുണ്ട്. SFIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ തന്നെ US 45 ഓർ സംതിങ്. പഠിക്കുന്നൊന്നുമില്ല. അപ്പോൾ വലിയ സ്ഫോടനങ്ങൾ കേട്ടു വെളിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒറ്റയാൾ പോലും എഴുതേക്കത്തില്ല. നമ്മളൊരാണ് അപ്പോഴേ ഇറങ്ങി ഓടിക്കളയത്തില്ല. നമുക്കറിയാമല്ലോ എന്തൊരു ബഹളമായിരിക്കും നടക്കുന്നതെന്ന്. എന്തുവാണെന്ന് അറിയാൻ വേണ്ടി കൂടെ ഒരാൾ പോലും എഴുതേക്കുന്നില്ല. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു, വെളിയിലിറങ്ങി. അപ്പോൾ അവിടെ കോമൺസ് വാട്ട് ഹാപ്പൻ എന്ന് ചോദിച്ചപ്പോൾ ദീസ് ആർ നക്സലൈറ്റ്സ്, they have thrown bombs, we have also thrown bombs. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. അപ്പോൾ അവർക്ക് യാതൊരു പ്രശ്നമില്ല. അത്രയും ധൈര്യമുള്ള ഒരു ജനങ്ങൾ, ഒരു പ്രസ്ഥാനം, അവിടുത്തെ പാർട്ടി ഓഫീസ് കയ്യേറുക, അത് പിടിച്ചെടുക്കുക, സംരക്ഷിക്കാൻ ആരുമില്ല. ഇങ്ങനൊരു സ്ഥിതിയിലേക്ക് എങ്ങനെ വന്നു? അത് വളരെ ചരിത്രപരമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആരും അങ്ങനെ പഠിച്ച് ശരിയായ ഒരു പുസ്തകം എഴുതി ഒന്നും ഉണ്ടായിട്ടില്ല. അനുഭവം പറ്റിയ അനുഭവമാണത്. ത്രിപുരയിൽ അങ്ങനെ വന്നില്ല. കാരണം അവിടെ ഈ CRPയെയും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെയും ഗുണ്ടകളെയും കൂടെ ഇറക്കി നിർത്തിക്കൊണ്ട് ഇലക്ഷൻ നടത്തിയതാണ്. പോളിംഗ് ബൂത്തിലൊന്നും അത് സമ്മതിച്ചില്ല. എന്നിട്ട് അവർ 22 സീറ്റ് കിട്ടി, 16 സീറ്റ് കിട്ടി, 24% വോട്ടും കിട്ടി. അവിടെ ഈ സംഭവമില്ല, അവിടെ ഭൂരിപക്ഷം കിട്ടുമായിരുന്നുള്ള ഉറപ്പാണ്. ഞാൻ ത്രിപുരയിൽ പോയിട്ടില്ല. ആദിവാസികളാണ് അവിടുത്തെ ജനങ്ങളിൽ ഒരു നല്ല ഭാഗം. ബാക്കി ബംഗാളികൾ തന്നെയാണ്. ബംഗാളിൽ നിന്ന് കുടിയേറി പാർത്തവനാണ് നൂറ്റാണ്ടിന് മുമ്പ്. അപ്പോൾ സമ്മിശ്രമാണ് അവിടെ. അവിടെയാണല്ലോ ഏറ്റവും ഇതിഹാസ നേതാവായിട്ടുള്ള നിർഭൻ ചക്രവർത്തി ഉണ്ടായത്. ജീവിതം തന്നെ അദ്ദേഹം പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ചു, ത്യാഗങ്ങളിലൂടെ കടന്നു വന്നു. അങ്ങനെയുള്ള നേതാവാണ്. ജ്യോതിബാസുവൊക്കെ ഡിഫറൻ്റാണ്. ജ്യോതിബാസു ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു. അവിടെയുള്ള ലിബറൽസുമായും ഡെമോക്രാറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും കാര്യമായിട്ടില്ലല്ലോ. ഇപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അറിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ട്രേഡ് നേതാവായി അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം വലിയ ഉന്നതമായ അവിടുത്തെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഫാമിലി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും കാര്യങ്ങളും എല്ലാം അങ്ങനെയാണല്ലോ. പട്ടിണിയും പരിവട്ടവും കഷ്ടപ്പാടും ഒന്നും അറിഞ്ഞു വന്ന ഒരാളല്ലല്ലോ.
പാർട്ടിയിലെ കമ്മ്യൂണിസ്റ്റ് അഭ്യക്ത പാർട്ടി വന്നതിന് ശേഷം അറസ്റ്റൊക്കെ ഭരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം പി കൃഷ്ണപിള്ളയെ പോലെയോ വി എസ് അച്യുതാനന്ദനെ പോലെയോ അങ്ങനെ ഒരു ലൈഫല്ല അദ്ദേഹത്തിൻ്റെ. ധ്രുവൻ ചക്രവർത്തിയുടെ പോലെയല്ല. പക്ഷേ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയുണ്ടായിരുന്നു. ലോകത്തെല്ലാം അദ്ദേഹത്തെ അറിയപ്പെട്ടു. ഇതൊക്കെ ശരിയാണ്. അതാണ് ബംഗാളിന്. അപ്പോൾ ബംഗാളിലെന്തോ സംതിങ് ഹാപ്പൻസ്. ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ അവിടെ തുടർച്ചയായിട്ടുണ്ടായി കാണും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.